5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്നലെ ജൂൺ 19 വായനാ ദിനമായി നമ്മൾ ആചരിച്ചു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ വലിയ പരിപാടിയായിരുന്നു. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ് നിർവഹിച്ചത്. അവിടെ കുമ്മനം രാജശേഖരനും പന്ന്യൻ രവീന്ദ്രനും മറ്റു നേതാക്കളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ PN പണിക്കർ ഫൗണ്ടേഷനാണ് ഇത് ചെയ്തത്. ബാലഗോപാൽ സാറായിരുന്നു ഇതിൻ്റെ ചാമ്പ്യനായിരുന്നത്. അത് രാജ്യത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും ഇത് വ്യാപിപ്പിച്ചിട്ടുണ്ട് വായനാ ദിനമായി. അങ്ങനെ വലിയ പരിപാടിയാണ്. അപ്പോൾ എല്ലാ വർഷവും തിരുവനന്തപുരത്ത് വായനാ ദിന ആചരണം വലിയ പരിപാടിയായി നടക്കാറുണ്ട്. പക്ഷേ ഇന്നലെ ബാലഗോപാൽ സാറ് അത് പ്രായാധിക്യം കൊണ്ടാണോ, ഓർമ്മക്കുറവ് കൊണ്ടാണോ, അതോ അമിത ആവേശം കൊണ്ടാണോ, അതോ ആക്രാന്തമാണോ, എന്താണെന്നറിയില്ല, സാർ ഇന്നലെ ഈ പ്രസംഗിച്ച് വന്നപ്പോൾ സാറങ്ങ് കൺട്രോൾ വിട്ടുപോയി. സാർ പിന്നെ പിണറായി വിജയനെ കേരളത്തിലെ ലെജൻഡല്ല, ഇന്ത്യയിലെ ലെജൻഡാണ്. അപ്പോൾ പിണറായി വിജയൻ ഒന്ന് നോക്കി, ഇവൻ ആരടാ എന്നെ താങ്ങാനാണോ പറയുന്നത്? അങ്ങനെ അതിദാരിദ്ര്യമില്ലാത്തവർ സ്റ്റേറ്റാക്കി, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൊക്കി കയറ്റുന്നതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജിൽ ഒരു അസ്വസ്ഥത കണ്ട അടുത്തുനിന്ന് ഗൺമാനും മറ്റു ടീമെല്ലാം കൂടി ഒരു ചെറിയ തുണ്ടെഴുതി, ആരാണ് കൊടുത്തതെന്നുള്ളൊരു തുണ്ടെഴുതി ഗോപാൽ സാറിൻ്റെ അടുത്ത് ചുരുക്കണം എന്ന മറ്റോ കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ചുരുക്കാം. എന്നാലും അദ്ദേഹം ചുരുക്കിയില്ല. ഒരു 2 ഡയലോഗ് കൂടെ അടിച്ചിട്ടേ അദ്ദേഹം ഇരുന്നോളൂ, സ്വാഗത പ്രാസംഗം കഴിഞ്ഞോളൂ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ആ ലെജൻഡാണെന്നൊക്കെ പറഞ്ഞ ആ വിഷയമല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായിയിൽ ജനിച്ച്, അദ്ദേഹത്തിൻ്റെ നാട്ടിലാണല്ലോ പാറപ്പുറത്ത് ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗമൊക്കെ ചേരുന്നത്. 10 മക്കളിൽ ഒരാളായ കോരൻ്റെ മകനായി ജനിച്ച, ചിത്രത്തൊഴിലാളിയുടെ മകനായി ജനിച്ച പിണറായി വിജയൻ ഇന്ന് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സോഷ്യൽ എഞ്ചിനീയറാണ്. നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കും. സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കും കുട്ടികൾ. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സില്ല ലോകത്ത്. അങ്ങനെ ഒരു കോഴ്സില്ല. മറ്റ് പലതിൻ്റെ ഭാഗമായി MSW, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കിൻ്റെയും BSWൻ്റെയും ഒക്കെ ഭാഗമായി കുറേ കാര്യങ്ങൾ പഠിക്കുന്നു സോഷ്യൽ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റായിട്ട്. അല്ലാതെ കോഴ്സ് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഒരു കോഴ്സ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഇന്ത്യയിലും കേരളത്തിലും ഇഗ്നോയിലും ഒന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേസ് സ്റ്റഡി പിണറായി വിജയൻ്റെയാണ്. വളർന്നു വന്ന എല്ലാ സാഹചര്യവും ദുരന്തങ്ങളുടേതാണ്. വളരെ ചെറിയ പ്രായത്തിൽ കേസുകൾ, നിരവധി തവണ ജയിൽവാസം, കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായ കാലം. 100-700 വോട്ടിന് മാത്രം ആദ്യം ജയിക്കുന്നത്, പിന്നെ ഒരു 4000 വോട്ടിന് ജയിച്ചു കൂത്തുപറമ്പിൽ. അല്ലാതെ ലക്ഷക്കണക്കിന് 1000കണക്കിന് വോട്ടിന് ജയിച്ച് അങ്ങനെയൊന്നും വന്ന ആളല്ല. പിന്നെ CPM എന്ന് പറയുന്ന ഉരുക്ക് പാർട്ടിക്കകത്ത്, ഇപ്പോഴത്തെ പാർട്ടിയല്ല, ഉരുക്കാണ്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പറയുന്നതാണ് ആപ്തവാക്യം. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ വാക്കാണ് അവസാന വാക്ക്. സഖാവെ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കും എന്താ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പാർട്ടി സെക്രട്ടറി, ജനറൽ സെക്രട്ടറി EMS അഭിപ്രായം പറഞ്ഞിട്ടില്ല, പറയട്ടെ, ദേശാഭിമാനിയിലും ചിന്തയിലും വരും. എന്നിട്ട് സഖാക്കൾ ചോദ്യം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ, നിൽക്കൂ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ. എന്താണോ പാർട്ടി അതാണ് സഖാക്കൾ. അങ്ങനെയുള്ള ഉരുക്ക് മുഷ്ടിയുള്ള ചിട്ടയായ പാർട്ടി. ആ പാർട്ടിക്കകത്താണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും മറ്റൊരുപാട് പീഡനങ്ങളുടെയും ഭാഗമായി ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചത്. നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് വിസ നിഷേധിച്ചതിനേക്കാൾ ക്രൂരമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. ഇന്ന് നമ്മൾ മാപ്ര എന്നൊക്കെ വിളിക്കുന്ന മാധ്യമപ്രവർത്തകരായിട്ടുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ വേട്ടയാടിയത്. അച്യുതാനന്ദൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു ഒരു കാലഘട്ടം. ആദർശാത്മക രാഷ്ട്രീയത്തിൻ്റെയും കാർക്കശ്യത്തിൻ്റെയും രാഷ്ട്രീയമുള്ള തലയെടുപ്പുള്ള ഒരൊന്നൊന്നര കൊമ്പനായി നടന്ന VSൻ്റെ സുവർണകാലം. മിക്കവാറും ആദർശ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാവരും VSൻ്റെ കൂടെ. ആ സമയത്താണ് ആരും കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് പോരാടിയത്. തോമസ് ഐസക് അപ്പുറത്ത്, MA ബേബി അപ്പുറത്ത്, സുധാകരൻ അപ്പുറത്ത്, ശിവദാസ മേനോൻ അപ്പുറത്ത്, ആരെ പേരും തലയെടുപ്പുള്ള ഏത് നേതാവിൻ്റെ പേര് പറഞ്ഞാലും, ശ്രീമതി ടീച്ചർ അപ്പുറത്ത്, ശൈലജ ടീച്ചർ അപ്പുറത്ത്, ആരുടെ പേര് പറഞ്ഞാലും അവരെല്ലാം VSനോടൊപ്പം. ആരുമില്ല കൂടെ. എന്നിട്ട് അദ്ദേഹം പാർട്ടിയെ നന്നായി കൈകാര്യം ചെയ്തു. ആദ്യ ദാരിദ്ര്യമായിരുന്നു പാർട്ടി. പാട്ടപ്പിരിവുണ്ടായിരുന്നു, ബക്കറ്റ് പിരിവുണ്ടായിരുന്നു, വലിയ ബുദ്ധിമുട്ടായിരുന്നു പാർട്ടി. പാർട്ടി സമ്പന്നമായി. വളരെ ബുദ്ധിമുട്ടായിരുന്നു ദേശാഭിമാനി. അവിടെ EP ജയരാജനെ കൊണ്ടുവച്ച് ദേശാഭിമാനിയെ സമ്പന്നമാക്കി. ദേശാഭിമാനിക്ക് പണമായി. കൈരളി ചാനൽ, മഞ്ഞളാംകുഴിയാലി തിരുവനന്തപുരത്ത് വാങ്ങിയിട്ട സ്ഥലവും ഒക്കെ കൂടെ എടുത്തുകൊണ്ടും അത് അദ്ദേഹം പാർട്ടിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്. കൈരളി ചാനലിന് അദ്ദേഹം വാങ്ങിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവന്നു. മമ്മൂട്ടിയെപ്പോലുള്ള ഒരു മെഗാ സ്റ്റാറിനെ കൊണ്ടുവന്ന്, ജോൺ ബ്രിട്ടാസിനെയൊക്കെ പുറത്ത് അന്ന് ഹയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ജോൺ ബ്രിട്ടാസ്
പണ്ട് SFI ആയിരുന്നു പറഞ്ഞത് എനിക്കറിയില്ല, എന്തായാലും കൊണ്ടുവന്നതാണ്. ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് വളരെ വലിയ രീതിയിൽ കൈരളി ചാനൽ തുടങ്ങി. പിന്നെ പാർട്ടിയിൽ അദ്ദേഹം ഒരു പടയോട്ടമാണ് നടത്തിയത്. നിരവധി പാർട്ടി സമ്മേളനങ്ങളിലൂടെ പാർട്ടിയെ അദ്ദേഹം നന്നായി കൈകാര്യം ചെയ്തു. ഞാൻ മോശമായിട്ടല്ല പറയുന്നത്, ഇതിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ആസ്പെക്റ്റാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അപശബ്ദവുമില്ലാതെ പാർട്ടിയെ ക്ലീൻ ചെയ്തതിന് ശേഷം അദ്ദേഹം ഭരണത്തിലേക്ക് വന്നു. അവിടെയും അദ്ദേഹം ക്ലീനിങ് തുടങ്ങി. ഒന്നാമത്തെ ഭരണത്തിൽ KK ശൈലജ ടീച്ചറും സുധാകരനും തോമസ് ഐസക്കും കുറച്ച് ഷൈൻ ചെയ്തു. തോമസ് ഐസക്ക് മുഖ്യമന്ത്രിയാകാൻ, പിണറായി മാറിയാൽ മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ള ചില ചർച്ചകളും വന്നു. അങ്ങനെ അത് മുളയിലെ നുണഞ്ഞറിഞ്ഞ പിണറായി ആദ്യം ഐസക്കിനെ വെട്ടി. ഇന്ന് തോമസ് ഐസക്ക് വിജ്ഞാന കേരളം അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞ് കുറേ പിള്ളേരെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടക്കണം. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഇങ്ങനെ എല്ലാ കാലത്തും കുറേ ക്യാമ്പയിനുകളായിട്ടൊക്കെ നടക്കും. റിസൾട്ട് വരുന്നത് വരും, വരാത്തത് വരും. അത് വേറൊരു ശൈലിയാണ്. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ, പിന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ഇന്ന് CPM-നകത്ത് ജീവിച്ചിരിക്കുന്ന ബുദ്ധിജീവികളുടെ ശ്രേണിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഐസക്ക് എവിടെ നിൽക്കുന്നു എന്നുള്ള വേറെ ചോദ്യം പോട്ടെ. അത് നമ്മളെ ഈ വീഡിയോയുടെ പറമ്പിൽ വരുന്നതല്ല ഇപ്പോൾ. പിന്നെ സുധാകരനെ പോലുള്ള പരിണതപ്രജ്ഞരായതുകൾ എല്ലാവരെയും മാറ്റി. ശൈലജ ടീച്ചറിന് ഒരു അവാർഡ് കിട്ടിയപ്പോൾ വാങ്ങണ്ട എന്ന് പറഞ്ഞു. ആ അവാർഡ് തന്നെ മുഖ്യമന്ത്രിക്കായിരുന്നെങ്കിൽ വാങ്ങുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കണ്ണേ കരളേ VSA മുത്തേ എന്താണ് പിന്നെന്തോ ഒരു മുദ്രാവാക്യം കൂടെ ഉണ്ട്. എന്തായാലും കണ്ണേ കരളേ VS ആണ് വളരെ പ്രസിദ്ധം എന്ന് വിളിച്ചപ്പോൾ, ഒരു സമ്മേളനത്തിൽ വിളിച്ചപ്പോൾ, VSM കടന്നു വരുമ്പോൾ വിളിച്ചപ്പോൾ സ്റ്റേജിലുണ്ടായിരുന്ന പിണറായി വിജയൻ ഇതെന്താണ് ഉഷാ ഉദിപ്പിൻ്റെ പരിപാടിയോ എന്ന് ചോദിച്ചു. അതേ പിണറായി വിജയൻ അദ്ദേഹം ലെജൻഡാവുന്നു, ഇന്ത്യയിലെ ലെജൻഡാണെന്ന് ആളുകളെ കൊണ്ട് ആളുകൾ പറയുന്നു, തിരുവാതിര നടത്തുന്നു, ഡോക്യുമെൻ്ററി എടുക്കുന്നു, അദ്ദേഹം വലിയ രീതിയിൽ നടക്കുന്നു. മന്ത്രിമാരും എല്ലാവരും അദ്ദേഹം പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു. ഹീസ് എ വെരി ഗുഡ് സോഷ്യൽ എഞ്ചിനീയർ. ഇത് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതൊരു ക്രൂരതയായി പറഞ്ഞതല്ല, മോശമായി പറഞ്ഞതല്ല, ക്രെഡിറ്റായി പറഞ്ഞതാണ്. 2 വട്ടം ഭരണത്തിൽ വന്നു. 3ാം ഭരണത്തിലേക്ക് അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം ആലോചിക്കുക, അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ ആലോചിക്കുക. അപ്പോഴും ഒരു 3ാം ഭരണത്തിന് വേണ്ടി പിണറായി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച, വൈദ്യുതി ഇല്ലാത്ത, കുടിവെള്ളമില്ലാത്ത പട്ടിണിക്കാരുടെ കുടുംബത്തിൽ ജനിച്ച, 10 മക്കളുള്ളവരിൽ ഒരാളായി ജനിച്ച ഒരു ചെത്ത് തൊഴിലാളിയോ മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്ത് സാധാരണ ജീവിതം നയിക്കേണ്ട ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഇന്ന് ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി നിൽക്കുന്നു. AKG സെൻറ്ററിൻ്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി പോലും 2ാം നിലയിൽ നിർത്തിയിട്ട് അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നു എങ്കിൽ അത് മുതിർന്ന ആളായിട്ട് കൊടുത്തതാണ്. അങ്ങനെ തന്നെ പറയാം. നമ്മൾ പോസിറ്റീവാണല്ലോ ഈ വീഡിയോ, അങ്ങനെ തന്നെ പറയാം. എങ്കിലും ഏറ്റവും വലിയ ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ സോഷ്യൽ എഞ്ചിനീയറായി പിണറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പഠനവിധേയമാക്കേണ്ടതാണ്.